അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവിടെ പോയി കോർഡിനേറ്റ് ചെയ്യുക, നോക്കുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? തീർച്ചയായും ഇവർ പ്ലാൻ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ പിന്നെ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റും അത് മേജർ ഇന്ദ്രപാലിനെ പോലുള്ള എക്സ്പേർട്ടുകളും എല്ലാം വന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ വളരെ ഫലപ്രദമായി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം. അതിന് ഒരു എക്സ്പേർട്ടുകൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ മറ്റഭിപ്രായങ്ങൾ നമ്മളിപ്പം പറയുന്നതിൽ ഔചിത്യമില്ല. അതുകൊണ്ട് ആ അഭിപ്രായ പ്രകടനത്തിലേക്കൊന്നും ഞാൻ ഏതായാലും ഈ സന്ദർഭത്തിൽ ഈ കടക്കുന്നില്ല. സമയത്ത് ഏറ്റവും വേഗത്തിൽ ഈ ലോറി 10-45 അടി താഴെ കിടക്കുന്ന ഈ ലോറി വേഗത്തിൽ പൊന്തിച്ച് കൊണ്ടുവരിക, അതിൻ്റെ അവസ്ഥ എന്ത്, അക്കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായും കൃത്യമായും എത്തുക. തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ പുഴയിലെ ഒഴുക്ക്, നേരത്തെ മധുവടൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് വേഗതയിലുള്ള ഒഴുക്ക്. പക്ഷേ മേജർ ഇന്ദ്രപാലിനെ പോലുള്ള ആളുകൾ അതിനേക്കാൾ വലിയ ഒഴുക്കും ആഴവുമുള്ള പുഴയിൽ രക്ഷാപ്രവർത്തനവും ഇതോടൊപ്പം തന്നെ ഓപ്പറേഷൻസും നടത്തിയതിൻ്റെ അനുഭവം അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അവിടെ